ഇടുക്കി പാക്കേജിനായി 3 ബജറ്റുകളിൽ വകയിരുത്തിയത് 225 കോടി രൂപ. കഴിഞ്ഞ 3 ബജറ്റുകളിൽ ഭരണാനുമതി ലഭിച്ചത് 47 കോടി 3 ലക്ഷം രൂപയ്ക്ക് മാത്രം. നിയമസഭയിൽ PJ ജോസഫ് MLA ചോദിച്ച ചോദ്യത്തിന് മുഖ്യമന്ത്രി നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. അതേസമയം 2018 മുതൽ 3 ഘട്ടങ്ങളിൽ സർക്കാർ പ്രഖ്യാപിച്ച 18,000 കോടിയുടെ ഇടുക്കി ബജറ്റിനെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നുമില്ല. മുഖ്യമന്ത്രി നേരിട്ട് കട്ടപ്പനയിലെത്തിയപ്പോൾ പ്രഖ്യാപിച്ചത് 12,000 കോടി രൂപയുടെ പുതിയ ബഡ്ജറ്റ്. പ്രളയസമയത്ത് 5,000 കോടി, അതിനുശേഷം 1,000 കോടിയുടെ പ്രത്യേക പാക്കേജ്, എല്ലാം ചേർത്ത് 18,000 കോടി രൂപയുടെ ഇടുക്കി പാക്കേജ്. എന്നാൽ മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിയ മറുപടിയിൽ ഈ തുക ഇടുക്കി പാക്കേജിലില്ല. ഉള്ളതാകട്ടെ 3 തവണയായി ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച 75 കോടി രൂപ വീതം 225 കോടി. രണ്ടായിരത്തി 2022-23 വർഷങ്ങളിലെ ബഡ്ജറ്റുകളിലാണ് 75 കോടി രൂപ വീതം 225 കോടി രൂപ പ്രഖ്യാപിച്ചത്. എന്നാൽ കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ ഇടുക്കി പാക്കേജിൽ നിന്ന് ജില്ലയിൽ വികസന പ്രവർത്തനങ്ങൾക്ക് ഭരണാനുമതി ലഭിച്ചത് 47.03 കോടി രൂപയുടേത്. ഇടുക്കിക്കായുള്ള പ്രഖ്യാപനങ്ങൾ വോട്ടിന് വേണ്ടി മാത്രമെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞെന്നും ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചെന്നും KPCC സെക്രട്ടറി MN ഗോപി. 18,000-ലധികം കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ചിട്ട് 50 കോടി രൂപ മാത്രം ചെലവഴിക്കുകയും ബാക്കിയൊക്കെ പ്രഖ്യാപനങ്ങളിൽ തന്നെ നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ സംബന്ധിച്ച് അത് പൊറുക്കാനും സഹിക്കാനും പറ്റുന്ന കാര്യമല്ല. ആ ജനങ്ങളുടെ ബോധ്യമതയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇത്രയധികം ഭൂരിപക്ഷത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കുന്നതിന് കാരണമായ ഘടകങ്ങളിൽ ഒന്ന്. 2022-23 വർഷത്തിൽ 5 പദ്ധതികൾക്കും 2023-24 വർഷത്തിൽ 3 പദ്ധതികൾക്കുമാണ് ഭരണാനുമതി നൽകിയത്. ഇടുക്കി പാക്കേജ് എന്ന് പൂർത്തിയാകുമെന്ന ചോദ്യത്തിന് കാലാവധി നിശ്ചയിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രിയുടെ മറുപടി. മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ പറയുന്ന 225 കോടിയിലാകട്ടെ വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഉന്നമനം ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങൾക്കും വന്യമൃഗശല്യത്തിന് പരിഹാരം കാണുന്നതിനും റോഡ് വികസനങ്ങൾക്കുമൊന്നും കാര്യമായി തുക വിനിയോഗിച്ചിട്ടുമില്ല. എന്തായാലും വിഷയമേറ്റെടുത്ത് കോൺഗ്രസ് വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുവാനാണ് തീരുമാനം. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ശേഖവർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.